Hello guys, welcome back to my YouTube channel Friday Nights Vlog. ഇത് കാനഡയിലെ ഞങ്ങളുടെ ഫസ്റ്റ് ഓവർനൈറ്റ് ട്രിപ്പാണ് കേട്ടോ. നമ്മൾ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ഇതൊക്കെ കൂളറിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പുറത്ത് വെയിറ്റിംഗ് ആണ്. കണ്ടോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് വെച്ചേക്കുന്നത്. ഇനി നമ്മുടെ കൂടെ ഒരു ഫാമിലി കൂടെ വരാനുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇത് ഞങ്ങളുടെ അത്തിക്കുഞ്ഞാണ് കേട്ടോ, അസാഫിന്റെ ഫ്രണ്ടാണ്. അവര് ഫുൾ ജോളിയായിരിക്കും. ഹലോ ഗൈസ്, എവിടെയായിരുന്നു? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതേ ഉള്ളു അല്ലേ? ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റി കുമ്പിരി ചിരിച്ചു കാണിക്കും ഞാൻ. അങ്ങനെ ചോളത്തിൻ്റെ ഒക്കെ നടുക്കൂടെ നമ്മുടെ യാത്ര തുടങ്ങി. അടിപൊളി സീനറിയാണ് കേട്ടോ പോകുന്ന വഴിയെല്ലാം. ഇതെനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് കുറേ കുതിരവണ്ടീനെയും കണ്ടു. നമ്മൾ കൺട്രി സൈഡ് വഴി കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ കണ്ടു കേട്ടോ. അവസാനം എനിക്ക് ശരിക്കും കാണാൻ വേണ്ടി വണ്ടി സൈഡിൽ നിർത്തി ഇറങ്ങി കണ്ടു ഞാൻ. അതിൻ്റെ പുറകെ നടന്നു പോകുന്നുണ്ട്. പെട്ടെന്ന് നോക്കിയാൽ കന്യാസ്ത്രീകളെന്ന് തോന്നിക്കും വിധത്തിലുള്ള ഡ്രസ്സിംഗ് ഒക്കെയാണ്. മെനനൈറ്റ്സ് കേട്ടോ ആ ഗ്രൂപ്പിനെ പറയുന്നത്. ഈ കുതിരവണ്ടികളൊക്കെ അവരുടെ കേട്ടോ. അവർ കാറിലല്ല യാത്ര ചെയ്യുന്നത്, കുതിരവണ്ടിയിലാണ്. പറ്റുമെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും അവരുടെ ഒരു വീഡിയോ തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെ യാത്ര ചെയ്ത് സ്നാക്സും ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഫൈനലി നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനത്ത് വസാഗ അവിടെ എത്തി കേട്ടോ. ഇത് മൊസൈക് മോട്ടേൽ, ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. നമ്മുടെ അയൽക്കാരട്ടെ കാണുന്നൊക്കെ എന്ന് വെച്ചാൽ അപ്പുറം ഇപ്പുറമൊക്കെ താമസിക്കുന്നവരാണ്. ഇതാണോ റൂം? ഫ്രിഡ്ജൊക്കെ ഉണ്ട്. എന്നെ ഒന്നും പറയല്ല. നമുക്ക് നമ്മുടെ റൂം ജസ്റ്റ് നമുക്ക് നമ്മുടെ റൂം. നമ്മുടെ കോഴി വെന്ത് കാണുമായിരിക്കും. ഞാൻ വെയിലില്ലാതെ കാണിച്ചു തരാം. കണ്ടോ, വെയിലിനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തു. ഇതാണ് കേട്ടോ ജസ്റ്റീന, എൻ്റെ കോളേജ് ഫ്രണ്ടാണേ. ജസ്റ്റീനാസ് പെർഫോമൻസ്. ഐശ്വര്യമായിട്ട് തുറന്ന് ഞങ്ങളങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ നേരെ അവിടെ സൈഡിലൊരു ചെറിയ പാർക്ക് പോലെ ഉണ്ട് കേട്ടോ, അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോയി. അവിടെയാണ് നമ്മുടെ ബാർബിക്യൂൻ്റെ സെറ്റപ്പ് ഒക്കെ വെച്ചേക്കുന്നത്. ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ. ബാർബിക്യൂ ചെയ്യുന്ന ഒരു 3 സാധനം, എന്താ ഇനി പറയുന്നത്, സ്റ്റൗവോ വടവർ അതുണ്ട്. പിന്നെ ഇവരെയാണ് നമ്മളിവിടെ കയറി വന്നപ്പോൾ കണ്ടവരെ. നല്ലൊരു ചെറിയ തണുത്ത കാറ്റുമൊക്കെ വീശി നല്ല സുഖമായിരുന്നു, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സ്നാക്സൊക്കെ കഴിച്ച് പിള്ളേർക്കും കുറച്ച് സ്നാക്സൊക്കെ കൊടുത്ത് അങ്ങനെ ഒന്ന് സെറ്റായിട്ട് വേണമല്ലോ ഇറങ്ങാൻ, ഇല്ല നമ്മൾ ക്ഷീണിച്ചു പോവും. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ബാർബിക്യൂ ആണ് ചെയ്യുന്നത്. അങ്ങനെ ആരൊക്കെയോ ഒരു സൈഡിൽ തീ കായുന്നു, നമ്മളിപ്പുറത്ത് ബാർബിക്യൂ കായാൻ പോവാണ് കേട്ടോ. നമ്മുടെ ഗ്രില്ലൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ട് നമ്മുടെ നല്ല എന്താ പറയുക ചുമന്നിരിക്കുന്ന കോഴി എടുത്തിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ച് ഓരോന്നൊക്കെ അടുക്കി വെക്കുവാണ്. ഈ പുള്ളിക്കാരി ചേച്ചി കിട്ടിയ പാടെ കുറേ കഥയൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. മക്കളെക്കുറിച്ചോ കൊച്ചുമക്കളെക്കുറിച്ച് ആരൊക്കെയോ കുറിച്ച് എന്തൊക്കെയോ കുറേ പറയുന്നുണ്ടായിരുന്നു. ചൂടുണ്ടോ വെള്ളത്തിന്? തണുത്ത വെള്ളമാണോ? നനഞ്ഞിട്ട് ഇറങ്ങണം എന്നാ പൂളിൽ നനഞ്ഞിട്ട് കുളിച്ചിട്ട് ഇറങ്ങണം എന്നാ. അത് ചിലപ്പോൾ വേർപ്പ് പോകാനായിരിക്കും, എനിക്കറിയില്ല. ഹായ് ഗൈസ്, അസാഫ് പുഴക്കരയിൽ ഇരിക്കുവാണ്. ആസു
അസ ഇറങ്ങുന്നില്ല അസ. ആ ചൂടുവെള്ളമാടാ, കുഴപ്പമില്ല, ചെറിയ ചൂടുള്ള വെള്ളമാ. ഓ ജെറിമോൻ, ജെറിമോൻ സ്വിമ്മിങ്, സ്വിമ്മിങ്, തറയിൽ കൂടെ ചവിട്ടി നടന്ന് സ്വിമ്മിങ്. നിതിൻ നാട്ടിലെ മറ്റേ ആറ്റിച്ചാടുന്ന അതേ ഫീലിൽ ചാടിക്കൊണ്ടിരിക്കുക. ഇല്ല നിതിനെ, എങ്ങനുണ്ട്? നമ്മുടെ ബാർബിക്ക് നമ്മൾ ആക്കാൻ ഇട്ടിട്ട് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ട് ഇടയ്ക്കൊന്ന് പോയി മറിച്ചിട്ട് കൊടുക്കും. ബാക്കി അവിടെ തന്നെ കിടന്ന് വെന്തോളൂ കേട്ടോ. പിന്നെ പിള്ളേരെ രണ്ടുപേരും വെള്ളത്തിൽ ഇറക്കിയപ്പോഴത്തേനും രണ്ടും തണുത്ത് മറിച്ച് കരഞ്ഞിട്ട് കുളിപ്പിച്ച് പുതപ്പിച്ചുകൊണ്ടിരുത്തിയിട്ടുണ്ട്. എന്തോ കാണുന്നേ? സോറി ഗൈസ്, കാർട്ടൂൺ കണ്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ നമ്മൾ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ, അങ്ങനെ സ്വിമ്മിംഗ് പൂൾ പരിപാടി എല്ലാം കഴിഞ്ഞാൽ നെക്സ്റ്റ് കഴിക്കാൻ പോവാണ്. അടിപൊളി ക്ലൈമറ്റ്. എന്താണ് ബ്രോ, ഇറങ്ങുന്നില്ലേ? എല്ലാരും പോയിട്ട് എന്തുകൊണ്ട് ഒരാൾ മാത്രം ഇതിൽ നിന്ന് ഇറങ്ങുന്നില്ല? ഗെറ്റ് ഔട്ട്. വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? അസഫുട്ട്, എങ്ങനെ ഉണ്ടായിരുന്നു സ്വിമ്മിംഗ് പൂള്? താണത്ത് മരവിച്ചല്ലേ ചാപ്പു കുഞ്ഞ്? വാ, ഇങ്ങോട്ട് കൂടെ വാ. ഹായ് സർക്കോഴി. മാറിയെടാ, ചൂടാ. ഒരു സൈഡിലോട്ട് ഈ സൈഡിലോട്ട് ബ്രെഡ് കൂടെ വെച്ചാൽ മതി. ഞങ്ങൾ ഇത്രയും പേരുള്ള, ഞങ്ങൾ 4 ഫാമിലി. ഒരു പ്ലേറ്റ് കാണിച്ചേ. നല്ല ഭക്ഷണം, നല്ല മസാല, നല്ല കോഴി. അങ്ങനെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് നമ്മളെല്ലാവരും ഉറങ്ങാൻ പോയി. രാവിലെ എഴുന്നേക്കണമല്ലോ. രാവിലെ നമുക്ക് ബ്ലൂ മൗണ്ടൻസ് അഡ്വഞ്ചർ ട്രിപ്പ് പോകാനുണ്ട് കേട്ടോ. ഡേ 2 ബ്ലൂ മൗണ്ടൻസ്. രാവിലെ സമയത്തെ വ്യൂ ആണ്. നല്ല ഗുമ്മില്ലേ കാണാൻ. രാവിലെ സമയത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. ഒന്നുമില്ല, ഇന്നലത്തെ പോലെ തന്നെ ഇച്ചിരി വെയിലിൻ്റെ ഡയറക്ഷൻ മാറിയിരുന്നേ ഉള്ളൂ. ഓരോരോ കപ്പിൾസ് മാറി നിന്ന് ഭാര്യമാരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരാള്, ഇവിടെ ഒരാൾ. അവിടെ ഫോട്ടോ ചെക്ക് ചെയ്യാണ് കറക്റ്റ് ആയിട്ടുണ്ട്. ഓ, ഇവളുടെ മുഖം പിടിക്കാൻ പറ്റുന്നില്ലല്ലോ, കറങ്ങി നടക്കോ ഞാൻ. അച്ഛ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച എന്ത് വെച്ചത്? സെൽഫി എടുക്കാം. എൻ്റെ മോൻ എന്ത് ചെയ്യോ? ചോറ്റാനക്കുന്ന് ബാമ്മ പിടിക്കാം. ടാനക്കുന്ന് പൊത്തി പിടിക്കാവേ. അയ്യാ, അതുകൊണ്ട് എൻ്റെ കൊച്ചി തുളക്കാത്തോടെ കയറി വരുന്നു. ഓ, ഇവിടെയാണോ? ഓ, എല്ലാം തടി കൊണ്ട് ഉണ്ടാക്കിയതല്ലേ? അത് പിന്നെ പോന്നു. അവൻ്റെ അത്ര നീളമേ ഉള്ളു ആ സ്ലൈഡിന്. അത് തന്നെ, അവിടെ സ്റ്റാച്ചു ആയിട്ട് നിക്കാൻ പാടില്ല. കപ്പൽ കണ്ണാടി കൊടുക്കണം. നമുക്ക് പോവാൻ സമയമായി, പെട്ടെന്നുണ്ട് ഗൈസ്. അവിടെ നിന്നോ, സെറ്റാ. എന്തോടെ കേറത്തില്ലല്ലോ. ഗൈസ്, റീമ സ്റ്റക്കായി ഗൈസ്. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പാർക്കിലൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് പോയി. ഫസ്റ്റ് ചെന്ന് ലാൻഡ് ചെയ്തത് ബീച്ചിലാട്ടോ, വസാഗ ബീച്ചിൽ. ഗൈസ്, എന്ത് രസമാണ് നോക്കി. ഇവിടുത്തെ മണ്ണ് കാണാൻ ഇങ്ങനെ ഒരേ പാറ്റേണിൽ കിടക്കുവാണ്.
പിന്നെ ഞാൻ ആദ്യം ആക്ച്വലി വിചാരിച്ചത് ആ വെള്ള പറക്കുന്നതൊക്കെ ഇതാണെന്ന് കേട്ടോ, പ്രാവാണെന്നാണ്. പക്ഷേ അതിന് സീകൾ എന്നാണ് പറയുന്നത്. സീകൾ എന്ന് പറയുന്നൊരു ബേർഡാണത്. നല്ല ക്ലൈമറ്റും നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ. ഓ മൈ ഗോയ്സ്, നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ്. നല്ല കാറ്റുണ്ട്. ദൈവം എക്സിസ്റ്റ് എന്നുള്ളതിന്റെ പ്രൂഫാണ്. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദ സീനറി. ഓ മൈ ഗോഡ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്ന ബ്ലൂ മൗണ്ടൻസ് വില്ലേജിലെത്തി. മൊത്തത്തിൽ പുറത്തുള്ള പരിപാടി ആയതുകൊണ്ട് എല്ലാവരും സൺസ്ക്രീനിൽ പൊത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫുൾ സൺസ്ക്രീൻ അടിച്ചിറക്കിയിട്ടാണ് ഇറങ്ങിയത്. ഞങ്ങളുടെ 3 കുട്ടികൾ. ഓ എന്തോ വ്യൂ ആച്ചു ഇവിടെ. അവിടെ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് വാടക നടക്കുന്നു. നമ്മൾ ഇതിൽ കയറുമ്പോൾ ഇങ്ങനെ കുറേ സ്ട്രീറ്റ്സ്, നമുക്ക് നടന്ന് പോകാൻ പറ്റുന്ന പോലെ കുറേ സ്ട്രീറ്റ് കിടക്കുവാണ്. അതിൻ്റെ 2 സൈഡിലായിട്ട് കുറേ കടകളും റെസ്റ്റോറൻറ്റ്സും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. സെൽഫി എടുത്തല്ലേടാ? എങ്ങനെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് പോക്കോ. ഫുൾ പട്ടീസ് കുട്ടീസ് ആണല്ലോ. ഇതിൻ്റെ ഇവിടുത്തെ ഈ സ്ട്രീറ്റ്സ് എല്ലാം ഒരു യൂറോപ്യൻ സ്റ്റൈലും അവരുടെ ഒരു ആർക്കിടെക്ചർ ഡിസൈൻ അത് പിടിച്ചിട്ടുള്ള ഒരു സ്റ്റൈലായിട്ട് ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഇതിനകത്ത് എന്തായിരിക്കും എന്ന് കാണാനുള്ള ഒരു കൗതുകം കൊണ്ട് ഞാൻ ഈ സ്റ്റോറിൽ കയറിയതാണ് കേട്ടോ, എന്തൊക്കെ ഇതിനകത്ത് വിൽക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഹാറ്റ് കണ്ട് ഇവിടെ അതിൻ്റെ ഫുഡൊക്കെ ഉണ്ട്. ആണോ, പോയോ? പക്ഷെ ഇവിടെ കയറിയിട്ട് കസ്റ്റമേഴ്സിനെ പോയിട്ട് ജോലിക്കാരെ പോലും ഞാൻ അവിടെ ഒന്നും കണ്ടില്ല. എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണോ എന്തോ. പിന്നെ ഈ മത്തങ്ങക്കുട്ടന്മാരെ ഫോൾ ആവാറാകുമ്പം എവിടെ നോക്കിയാലും കാണുന്നൊരു സംഭവം. അതിൻ്റെ അർത്ഥം അധികം വൈകാതെ വിൻ്റർ വരുന്നുണ്ട് ഗൈസ്. ഇത് നമ്മൾ വന്ന സ്ഥലം ബ്ലൂ മൗണ്ടൻസ് വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ് കേട്ടോ ഈ ബോർഡിൽ കാണിച്ചേക്കുന്നത്. ഹത്തിക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? അങ്ങനെ ഗെയിം ഒക്കെ കളിക്കാനുള്ള പാസ് എടുത്ത് കഴിയുമ്പോൾ ഇവർ നമ്മുടെ കയ്യിൽ കെട്ടാനൊരു സാധനം തരും. അത് കെട്ടും. നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ ആക്ടിവിറ്റിയുടെ അവിടെ ചെല്ലുമ്പോൾ അവരിത് സ്കാൻ ചെയ്യും. പ്ലേ ഓൾ ഡേ, ജെറിൻ സി മാത്യു. സ്ട്രീറ്റ് ഡാൻസ്. ഇത് നമ്മൾ ഒരു ആക്ടിവിറ്റി കയറാൻ പോയപ്പം അവിടെ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ മിനിമം ഹൈറ്റ് റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ അത് നോക്കി കയറ്റുന്ന കേട്ടോ. They are 4 years. Successfully completed. ഇത് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിന്നപ്പം അവരിങ്ങനെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം, നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കേട്ടോ നമ്മൾ കയറി പോകാൻ പോകുന്നത്. ഇത് വലിയ മേളിൽ ഹൈറ്റിൽ ചെന്നിട്ട് അവിടുന്ന് ഷടീന്ന് പറഞ്ഞ് കറങ്ങി 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 താഴെ വരും. അങ്ങനെ ഞങ്ങൾ കണ്ടു പോവുകയാണ് ഗൈസ്. ഫൈനലി ടാസ്ക് കംപ്ലീറ്റഡ്. ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ആ ടാഗ് അവിടെ ഒരു മെഷീനുണ്ട്, അതിൽ കാണിച്ചാൽ നമുക്ക് നമ്മുടെ വീഡിയോസ് കാണാനും അത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാനും പറ്റും നമ്മൾ ആ പോയ റൈഡിൻ്റേത്. കേരളമേ കണ്ടോളൂ, വീഗാലാൻഡിൽ പോയിട്ടില്ലാത്ത കേരളത്തിലെ ആദ്യത്തെ കുട്ടി. അതെ, ഞങ്ങൾ പിരിവിട്ട് നിന്നെ വീഗാലാൻഡിൽ എത്തിക്കാം. അങ്ങനെയെങ്കിലും കുറച്ച് പൈസ വരട്ടെന്ന്. അയ്യോ. നെക്സ്റ്റ് നമ്മൾ കയറുന്നത് കേബിൾ കാർ എന്നതിനെ വിളിക്കാം കേട്ടോ. നമ്മുടെ വള്ളിയിൽ തൂക്കിയിട്ടുണ്ട് പോലെ ആ സംഭവമായിരുന്നു. ഞാൻ കയറട്ടെ. ഇത് താഴെ കാണുന്നതിലും സൂപ്പറാട്ടോ.
പക്ഷെ ഇത് പൊളിയാ കേട്ടോ. പക്ഷെ താഴെ നോക്കുമ്പോ എനിക്ക് അത്ര എഫക്ട് തോന്നിയില്ല. അങ്ങോട്ട് നിങ്ങളുടെ എടുക്കും, ഇങ്ങോട്ട് ഞങ്ങളുടെ എടുക്കും. അസാഫ് അവിടെ പോയി അവിടെ ഇല്ലേ അവനെ കൂടെ കിട്ടിട്ട് കാണാൻ പറ്റുന്നില്ല. എന്റെ മുത്തിന് കാണാൻ പറ്റുന്നില്ല. എത്തുമ്പോഴേക്കും കുഴപ്പമില്ലല്ലോ. ഓ ഇതാണ് നമുക്ക് അങ്ങോട്ട് നോക്കിയിരിക്കേണ്ട കാര്യം തിരിച്ചങ്ങോട്ടാണ് നമ്മളിപ്പോ കയറ്റമാണല്ലോ ആസ്വദിക്കുന്നത്. എങ്ങനെയുണ്ട് ചവിട്ടിയാ കുലുങ്ങോ ഇത്? കുലുങ്ങി നോക്കിയാ കുലുങ്ങി അറിയാൻ താഴെ പോവില്ല. ഇതിന് എത്ര ഉറപ്പുണ്ടെന്നുള്ളതിൽ തീരുമാനം. ഫൈനലി നമ്മൾ അതും കംപ്ലീറ്റ് ചെയ്ത് ഒരു മലമുകളിൽ ചെന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അവിടുത്തെ വ്യൂസ് ആണ്. വള്ളത്തിൽ ചെടി നട്ടു വെച്ചേക്ക്. എന്തെല്ലാം ഐഡിയാസ് ആണ്. വലിയ ചാരിയസേര. അപ്പൊ ചാരിയസര കാനഡയിലും ഉണ്ടായിരുന്നിരിക്കും അല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇവിടുന്നായിരിക്കും നാട്ടിലോട്ട് വന്നത്, അതും പറയാൻ പറ്റില്ല. നല്ലൊരു വ്യൂ പോയിന്റ്. നമ്മൾ ആ കേബിൾ കാറിൽ മുകളിൽ പോയി കഴിയുമ്പോൾ ഇതാണ് കേട്ടോ പ്രധാന വ്യൂ. ഓ ഇവിടൊക്കെ വീടുകളാണോ? ഓക്കെ. കാറ് പോകുന്നു, ലോറി പോകുന്നു. ലോറിനൊക്കെ പുഴു പോലെ കാണുന്നത്. സിമ്പിൾ പുഴു. ഇത്രയും ഡിസ്റ്റൻസിൽ നിന്നാണ് നമ്മളിത് കാണുന്നത്. ഇങ്ങനെ വന്നിങ്ങനെ ഈ മേളിലത്തെ വ്യൂ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഈ കേബിൾ കാറിൽ ഇങ്ങോട്ട് വന്നതുപോലെ തിരിച്ച് ഇറങ്ങി താഴെ ചെല്ലും കേട്ടോ. അതാണ് അടുത്തത്. സെയിം റൂട്ടിൽ കൂടെ പോണേ. ഇത് നല്ല രസമുണ്ട്. മേളിൽ നിന്ന് വരുമ്പോൾ അടിപൊളി. പൊളിയല്ലേ അസാഫേ? നല്ല വ്യൂ അല്ലേ അസാഫേ? അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത എവിടെ പോകണം എന്ന് നമ്മുടെ ആ വില്ലേജിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു റൂട്ട് മാപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. അത് നോക്കി ഡിസൈഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സിപ്പ് ലൈനിൽ പോകാം എന്നാണ് വെച്ചത്. അതിന് വേണ്ടിയിട്ടുള്ള ക്യൂയിൽ ചെന്ന് നിന്നു, ലൈനപ്പ് ചെയ്തു. എന്നിട്ട് അവർ അതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ നമുക്ക് തരും. കാലയിലിടാനും നമ്മളെ തൂക്കിയിടാനുള്ള, നമ്മളിത് കാലയിൽ കൂടെ കയറ്റി ഷോൾഡർ വഴി പാസ് ചെയ്തിടണം കേട്ടോ. അപ്പം നമ്മളെ പക്ക തൂക്കിയിടാനുള്ള സാധനങ്ങൾ ഫുൾ അതിനകത്ത് സെറ്റപ്പ് ആക്കി തരും അവർ. പിന്നെ ഇനി എങ്ങാനും വീണാൽ തലയുടെ മുകൾ ഭാഗം പൊട്ടിപ്പോവാതിരിക്കാനുള്ള ഒരു ഹെൽമെറ്റും തന്നിട്ടുണ്ട്. തിരിക്കേ അല്ലേ? നീ ഇതും കൊണ്ട് മണ്ടേ കയറി പോയിട്ട് അവിടെ നിന്ന് പോയിട്ട് വരാം. ഈ സ്റ്റെപ്പിലാണ് ഗൈസ് നമുക്ക് ഡെഡിക്കേഷൻ വേണ്ടത്. അത്ര ആത്മാർത്ഥതയോടെ നമ്മൾ മേളിൽ ചെന്നിട്ട് വേണം താഴോട്ട് ചാടാൻ. ഇനി നടന്ന് കുന്നിൻ്റെ മണ്ടയിൽ ചെല്ലാം. ഈ കയറ്റം നടന്ന് കയറണം. കണ്ടാൽ വലിയ കയറ്റമായിട്ട് തോന്നൂല, പക്ഷെ വലിയ കയറ്റാണ്. അതെ. Come guys, let's go. Trekking. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സമയം കൊണ്ട് ഈ മലമോള് മൊത്തം കയറിയിട്ട് നമ്മൾ സെക്കൻഡുകൾക്കുള്ളിൽ താഴെ വരും. അതാണ് ജീവിതം. ഈ വെയിറ്റും തോളത്തെ ചുമ്മിയാണ് നടക്കുന്നത്. ഫൈനലി നമ്മൾ മുകളിലെത്തി. ഈ പുള്ളിക്കാരി അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് വലിയ മറ്റേ ഹാൻഡിൽ ബാറിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഷൂ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പോകുന്നു. അടുത്ത നമ്മൾ കയറി. അങ്ങനെ ഷെറിൻ്റെ സേഫ്റ്റി കെയർ എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. മേളിലെ ബക്കളിടുന്നു. എന്നിട്ട് ആ വക്കത്ത് കൊണ്ടവർ നിർത്തും അങ്ങേ അറ്റത്ത്. അവിടുന്ന് അവർ ആ മറ്റേ ബാക്കിൽ വെച്ചേക്കുന്ന ബക്കൾ അഴിക്കും. ഇനി നമ്മൾ ഇവിടുന്ന് കാല് വിട്ടാൽ താഴെ ചെല്ലും. ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഗൈസ് ഈ ലാസ്റ്റ് വന്നിട്ടൊരു പഞ്ച് ഇങ്ങനെ ഇടിക്കുന്നുണ്ടായിരുന്നല്ലോ, അത് ഭയങ്കര എഫക്റ്റ് ആയിരുന്നു കേട്ടോ.
അങ്ങനെ പിന്നെ നമുക്ക് വിശന്നു. അപ്പോൾ കുറച്ച് ബർഗറും ഫ്രൈസും സംഭവമൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്തതിന് പോകാൻ റെഡിയായി. ട്രാക്ടർ പോലും പിള്ളേരെ കയറ്റത്തില്ല, ഞങ്ങൾ ഇവിടുന്ന് വെയിറ്റ് ചെയ്ത് കാണാം. നിങ്ങൾ കയറിക്കോ, ഞങ്ങൾ ഇവിടുന്ന് വ്യൂ കാണാം. കുഞ്ഞുങ്ങളെ കയറ്റാത്തതുകൊണ്ട് ഞാനും ചേച്ചിയും കയറിയില്ല കേട്ടോ. ഞങ്ങൾ പുഴക്കരയിലിരുന്ന് കണ്ടു കൂട്ടിന്. ഓ ഹായ് ഹൈ ഫൈ ഹൈ ഫൈ. യാ എടാ എൻ്റെ കാലൊക്കെ ഇവിടെ ഇരിക്കുന്നടേ, എന്തോന്നടേ. ദാണ്ട് എൻ്റെ ഷൂ അവർ നനച്ച്, എൻ്റെ ഷൂ നനച്ച്, എൻ്റെ ബൈ ഗൈസ്. തള്ളി വിടണോ, ചവിട്ടി വിടണോ? ആണ്ട നിങ്ങൾ ആക്സിഡന്റ് ആവുന്നടേ. ഹായ് ഫൈ ഹായ് ഫൈ ആൻഡ് കാല്. ബൈ ബൈ, സീ യു. ഇത്രയൊക്കെ ആയപ്പോഴത്തേനും പതുക്കെ തളർന്നു തുടങ്ങിയോ എന്നൊരു സംശയം. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അതുവഴി വായി നോക്കി നടന്നു. ലൈക്ക് വായി നോക്കി മീൻസ് സ്ട്രീറ്റ് വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നടന്നു കേട്ടോ. ഈ വലിയ കളത്തിലെ ചെസ് കളിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഗോൾഫ് കളിക്കാനായിട്ട് പോയിട്ടോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോയത്. അസാഫിന്റെ ഗോൾഫ് ഫസ്റ്റ് ഡേ, ഫസ്റ്റ് ട്രൈ. ഓ പൊളി 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 പൊളി. അസാഫിന്റെ പോൾ താണ്ട് ഉരുണ്ട് പോന്നു. ഈ ഗെയിമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താന്ന് ഒരു ഐഡിയ ഇല്ലാത്ത ഞങ്ങളാട്ടോ കളിക്കുന്നത്. എവിടെയോ എങ്കയോ തെറിച്ചു പോയാച്ച് അവിടെ കണ്ട് കുഴി ചെന്ന് വീണോടി, കുഴി ചെന്ന്. ഏതായാലും ഗോൾഫിൽ പല ലെവലുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് ഈ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായി. വേറെ ഒന്നും അറിഞ്ഞു. ജസ്റ്റിനയുടെ വിജയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിക്സ് അടിച്ചു. തോക്കില്ല, തോറ്റില്ല, തോറ്റ. ഇതെല്ലാ ലെവലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് കുഴിയാണ്. ആ ബോൾ ആ വഴിക്ക് അങ്ങ് പോകും, നമുക്ക് കിട്ടൂലത്. അസാമിന്റെ ബോൾ എന്ത് ചെയ്യേ, അടിച്ചിട്ടാ ബോള്. ആ എന്നിട്ട് അടിച്ചോണേ, അടിച്ചിട്ടോണേ. കറക്റ്റ്. ഓ ജയിച്ചു 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 ജയിച്ചു. അതങ്ങ് പോയടാ, അതിനി അങ്ങ് പോവും. എന്നിട്ടും പോയി. ഇത് കഴിഞ്ഞിട്ട് ഒരു വല കയറുന്ന ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ. മെയിനായിട്ടും കുഞ്ഞുങ്ങൾക്കുള്ളതായിരുന്നു അത്. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയി. വരുന്നില്ലേ, വാ. ഭയങ്കര പാടാ കയറി. Come on Justina to the kids world. Yeah. അസഫ് ട്രക്ക് ചെയ്തോണ്ടിരിക്കുക, ട്രക്കിംഗ് മോഡിലാണ്. കാണുമ്പോ ഈ വല കയറുന്ന നിസ്സാരമായിട്ട് തോന്നെങ്കിലും അത്ര നിസ്സാരല്ല കേട്ടോ. ഈ ഗെയിം എനിക്ക് ഇഷ്ടായി. അയ്യവാ അസാഫെ, അമ്മക്ക് കയറാൻ പറ്റുന്നില്ലടാ. വരുവാ വരുവാ. ഓ കൈ പിടിച്ച് കയറ്റാനാണോ? താങ്ക് യു. അയ്യോ നോക്കട്ടെ. എനിക്കും ജസ്റ്റിനയ്ക്കും ചെയ്യാൻ പറ്റാത്ത ടാസ്ക് ചെയ്യാനായിട്ട് നമ്മുടെ നിതിൻ ബ്രോ കയറുകയാണ്. ദാണ്ട്രാ, അവൻ വെറുതെ പുഴു കയറിപ്പോന്ന പോലെ പോന്ന്. ദാണ്ട്രി പോയടി പോയി. ആ അത്രേ ഉള്ളൂ, നമുക്കും പറ്റും. പറ്റാത്തതായിട്ട് ലോകത്തിലൊന്നുമില്ല. കമോൺ. ചട്ടങ് കണ്ട് ഓരോ പുഴുക്കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി വരുന്നു. ഇതിങ്ങനെ പല തട്ട് പോലെ കേട്ടോ, ഫ്ലോറ് പോലെ മേളിൽ കയറി 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 മേളിൽ ചെല്ലണം നമ്മൾ. അങ്ങനെയാണ് ഈ സംഭവം. ഇനി ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് കൂടെ ഉണ്ട്. അത് ചെയ്ത് തീർക്കാൻ നമ്മൾ വേറെ ദിവസം വരേണ്ടി വരും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ബൈ.